നല്ല മഴയും മഞ്ഞുമൊക്കെ ആസ്വദിച്ച് മാക്കൂട്ടം ചുരം കയറി മൈസൂരിലൊരു രാത്രി തങ്ങി ബന്ദിപ്പൂര് കാടിൻ്റെ ഉള്ളിലൂടെ മഴ നനഞ്ഞിട്ടുള്ള ഒരു യാത്രയുടെ എപ്പിസോഡാണ് ഇന്നത്തെ പരിപാടി. നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് പണ്ടൊരു ട്രിപ്പ് പോയ കാര്യം ഓർമ്മ വന്നത്. ഒന്നും നോക്കാതെ പ്രിയപ്പെട്ട സുഹൃത്ത് അനുവിന്ദിനെയും വിളിച്ച് ഒറ്റ മൈൻഡിലങ്ങ് ചുരം കയറി. മഴയിൽ നനഞ്ഞിരിക്കുന്ന കാടും കോടയും ആസ്വദിച്ച് ഒരു വൈകുന്നേരമായിരുന്നു ഈ യാത്ര. ഇറ്റ്സ് മീ യദുകൃഷ്ണൻ പി അയ്യല്ലൂർ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ മഴ നനഞ്ഞിട്ടുള്ള ഒരു യാത്രയിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂരെത്തി ഏകദേശം ഒരു വൈകുന്നേരം ഒരു 3 മണിയായിരുന്നു നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്. നമുക്കിപ്പം അഗോഡ വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടത്. ഇതാണ് റൂം വരിക. ഇവിടുത്തെ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. യെസ്, ഞാനിങ്ങനെ വിചാരിക്കുക ഒരു 1000-1500 രൂപ അതിലുണ്ടെങ്കിൽ അതാ പറഞ്ഞത്. അഗോഡ പോലുള്ള ഒരു സൈറ്റിനകത്ത് നല്ല രീതിയിൽ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂം എന്ന് പറയുന്നത് മനസ്സിലാവും. യെസ്, അപ്പം ഇതാണ് റൂം. കാണിച്ചു തരാം. 205 എന്തുണ്ട് ഹോട്ടൽ? എന്തുണ്ട് അഗോഡയിൽ ബുക്ക് ചെയ്തിട്ട്? കുറച്ചുകൂടി ഓക്കെയാണ്. അത് മാത്രമല്ല, നമ്മൾ നേരെ മൈസൂർ പാലസിന്റെ തൊട്ടിപ്പുറത്താണ്. സെൻറ്ററിൽ തന്നെ അല്ലേ? ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ. ഓക്കെ, റൂം നമുക്ക് കാണാം. വലിയ സെറ്റപ്പ് കുഴപ്പമില്ല, മോശമില്ല. ഈ ഒരു എമൗണ്ടിന് ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10-12 മണിയായിട്ടുണ്ട്. അപ്പം പുറത്ത് എവിടെയും ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം. ഓപ്പൺ ആക്കട്ടെ, 1 മിനിറ്റ്. യെസ്, അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ കഴിക്കുന്ന വീഡിയോ കാണണ്ടല്ലോ. ബർഗർ പറഞ്ഞിട്ടുണ്ട്. മറ്റേ നട ചിക്കൻ റോള്. ഓക്കെ, എന്നാൽ അത് നീ തന്നെ കഴിക്കുക. നോക്കാൽ എന്തുണ്ട് എന്നുള്ളത്. കുറവാ? അതെ, അജു നല്ല ബിരിയാണി അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടായിരുന്നല്ലോ ചേച്ചി. എങ്ങനെയുണ്ട്? സെറ്റാ? അപ്പോൾ ബാക്കി ഇനി കഴിച്ചിട്ട് കാണാം. ഓക്കെ, പറ. ഇല്ലേ? മൈസൂർ എന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എബവ് 4 സ്റ്റാർ റിവ്യൂള്ള ഹോട്ടലല്ലാതെ കയറായിരുന്നു. ബാക്കിയുള്ള വൺ ഷോകളാണ്. ഫുഡ് ഇൻഫെക്ഷൻ ഓടിപ്പിടിച്ച് വരും. അതെ, അതിന് നല്ല അത്യാവശ്യം കുറച്ച് പൈസ പോയാലും പ്രശ്നം കുഴപ്പമില്ല. ഇതുപോലത്തൊന്നും കഴിക്കുന്ന ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഓക്കെ. തലേദിവസത്തെ ബൈക്ക് റൈഡിൻ്റെ ക്ഷീണം കാരണം രാവിലെ എഴുന്നേൽക്കാൻ അത്യാവശ്യം നല്ലപോലെ വൈകിയിരുന്നു. എന്നിരുന്നാലും എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഹോട്ടലിലെ ചില ഭാഗങ്ങളും കൂടെ കാണാമെന്ന് കരുതി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പൂള് കാണാൻ വേണ്ടി പോക്കാണ്. നമ്മുടെ അഗോഡയിൽ ഈ റേറ്റിൽ പൂള് സംവിധാനം കൊടുക്കുക ഒരു ഹോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുണ്ട് പൂള് കാര്യങ്ങളിൽ നോക്കാം. റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ, അതൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമ്മുടെ പൂളെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് നല്ലത്. അപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കുളിക്കൂ. കാരണം ഇപ്പം നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. മൈസൂർ നല്ല ഗംഭീര തണുപ്പാണ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. 5ാമത്തെ നിലയിലാണ്. നോക്കാം. യാസ്, ലിഫ്റ്റ് ക്ലോസ് ചെയ്തോ. അപ്പോൾ ഇതാണ് പൂള്. കൊള്ളാലോ. ആണോ? ചെറിയ സൈറ്റാണ്. ചെറിയ സൈറ്റിൽ അത്യാവശ്യം ഇവിടുന്ന് പറ്റിയുള്ള മോശമില്ലാത്ത രീതിയിലുള്ള പൂളനുണ്ട്. ഇവിടെ ഇങ്ങനൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം, അവിടെ തന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഇതിന് പുറമേയുണ്ട്. അപ്പോൾ ഇതാ ഫ്ലോറിലെത്തി. റൂം നമ്പർ ഏതാണോ എന്തോ.
ഇത് തന്നെ 205. ഇത് മിക്കവാറും ലോക്കാവാനാണ് സാധ്യത. ബെസ്റ്റ് ലോക്കായി. ഗുഡ്. അങ്ങനെ വിളിച്ചു നോക്കാം. പോലെ ഏതൊക്കെ പുറത്ത് വെയിൽ വന്ന് പാലസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് എന്നാണ് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചത്. ദേ ആ കാണുന്നതാണ് പാലസ്. അപ്പോൾ പുള്ളിയുടെ ചായ നല്ല ഗംഭീരമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അവനെയും കൂടി കൂട്ടി വന്ന് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്നാണ് കരുതുന്നത്. സത്യത്തിൽ ഈ കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ തട്ടുകടയൊന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കഴിക്കുമെന്ന് പറയുന്നത് വളരെ പേടിയുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഇത് വലിയ മോശമില്ല. നല്ല നീറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വേറെ ഇതൊന്നുമില്ല. നല്ല ഒരു പാളയുടെ പ്ലേറ്റിലായിരുന്നു ഞങ്ങൾക്ക് ഈ ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത്. അതിനെന്തുണ്ട് ടേസ്റ്റുണ്ടോ? ഈ റേറ്റ് നോക്കിയല്ലേ? പുള്ളിയുടെ ചായ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഗംഭീര ചായ. അവൻ കുറേ സമയമൊക്കെ തിളപ്പിച്ചിട്ടൊക്കെയാണ് സാധനം തരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മൈസൂർ പാലസ് ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അടുത്ത നീക്കം. നമ്മളിപ്പോൾ നിലവിൽ ഇവിടെ വന്നിട്ട് ബൈക്ക് എടുത്ത് പുറത്തിറങ്ങുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അറിയാലോ, ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് പിന്നെ നല്ല വെയിലുമായിരുന്നു ഈ സമയത്തൊക്കെ. അപ്പം അടുത്തുള്ളൊരു ചേട്ടൻ്റെ ഒരു ഓട്ടോ പിടിച്ച് ആ ഓട്ടോയിലാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. പുള്ളി അവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഈ ചായ പിടിച്ച സ്ഥലത്തു നിന്ന് നേരെ പിറകേറ്റ് വഴി മാത്രമേ പെർമിഷനുള്ളൂ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയുടെ ഓട്ടോ പിടിച്ച് ഒരു 60 രൂപയാണ് ഇവിടെ നിന്ന് അവിടത്തേക്ക് ഈടാക്കിയത്. നല്ല വളരെ കമ്പനിയുള്ളൊരു ചേട്ടൻ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞിരുന്നുണ്ടായിരുന്നു മൈസൂർ പാലസിനെ കുറിച്ചും അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട്. Come to Mysore for Kerala peoples. You are happy for to see the places. We are anytime welcome. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അതായത് തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പറയത്തക്ക രീതിയിൽ തിരക്കില്ല, അത്രയേ പറയാൻ വേണ്ടി പറ്റൂ. അപ്പം നിലവിലൊരു 150 രൂപയാണ് ഇപ്പം പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഫീസ് കൊടുക്കുന്നത്. കൊട്ടാരത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ കർണാടക സംസ്ഥാനത്തിൻ്റെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും രാജഭരണത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പ്രതീകമായി ഇന്നും അറിയപ്പെടുന്നത് മൈസൂർ കൊട്ടാരം തന്നെയാണ്. അതുമാത്രമല്ല ഈ വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ കൊട്ടാരത്തിലേക്ക് സന്ദർശിക്കാൻ എത്തുന്നത്. അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരം. ഈ വാസ്തുവിദ്യയും അതുപോലെ തന്നെ ചരിത്രവും ഇതെല്ലാം തന്നെയായിരിക്കും ഒരുപക്ഷെ സന്ദർശകരെ ആകർഷിക്കുന്നുണ്ടാവുക. മൈസൂർ രാജവംശമായിട്ടുള്ള വോഡിയർ രാജവംശം അവരുടെ ഔദ്യോഗിക വസതിയാണ് കൊട്ടാരം എന്നറിയപ്പെടുന്നത്. ഏകദേശം ഒരു 1897 ഒരു ഉണ്ടായിട്ടുള്ളൊരു തീപിടുത്തത്തിൽ ഇത് പൂർണ്ണമായി നശിച്ചു എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് പറയുന്നുണ്ട്. തുടർന്ന് ബ്രിട്ടീഷ് വസ്തുശില്പിയായിട്ടുള്ള ഹെൻറി ഇൻവിൻ്റെ മേൽനോട്ടത്തിലാണ് പുതിയ കൊട്ടാരം എടുത്തതും. അതുപോലെ തന്നെ 1912 കൊട്ടാരത്തിൻ്റെ പ്രധാന നിർമ്മാണം പൂർത്തിയായി. പിന്നീട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള അലങ്കാര വസ്തുക്കളും കാര്യങ്ങളും ചേർത്താണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് കൊട്ടാരം മാറ്റിയിട്ടുള്ളത്. റോയൽ ഫാമിലിയാണ്. നമ്മുടെ കഴിഞ്ഞ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള താമസിച്ചിട്ടുള്ള ഒരു റോയൽ ഫാമിലിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത്യാവശ്യം നല്ല ഗംഭീരം. നമ്മളിപ്പോൾ നടന്ന് കാണുന്നത് ഇത് നമ്മുടെ അനുബന്ധിൻ്റെ ഫ്രണ്ടാണ്. മൈസൂർ ഇവിടെ പഠിക്കുന്ന നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയും കൂടെ വന്നതാണ്. മൈസൂർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സാക്കാൻ വേണ്ടി പറ്റാത്തൊരു പാലസാണ് മൈസൂർ പാലസ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം അതുമാത്രമല്ല, നമ്മളിപ്പം പോകാൻ വേണ്ടി പോകുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അതാണ് മൈസൂരിലെ ദേവരാജ മാർക്കറ്റ്. ഉള്ള ഗംഭീര മാർക്കറ്റാണ്. നമുക്ക് ആ മാർക്കറ്റിലെ കാഴ്ചയും കൂടെ കണ്ടിട്ട് നേരെ റൂമിൽ പോയി നാട്ടിലേക്ക് തിരിക്കുക. മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ മകിടത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാം നീറ്റുണ്ട്. രാവിലെ തന്നെ പിന്നെ നല്ല ഗംഭീരമായിട്ട് ഒരു വണ്ടി വരുന്നു, അത് ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ സെറ്റപ്പായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അപ്പം 2 വർഷമായിട്ട് പഠിക്കുന്ന ഈ കുട്ടിക്ക് പോലും ഇവിടുത്തെ മാർക്കറ്റ് ഏതാണെന്ന് അറിയില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുവന്ത് നല്ല ഭക്തനായിരുന്നു. അനുവന്താ ഇതെടുന്നാടി പൂവൊക്കെ കിട്ടിയേ? അവിടെ നിന്ന് കിട്ടിയതാ? എന്നാ അതിലെന്തെങ്കിലും ഒരു 10-15 രൂപ ഇട്ട് കൊടുക്കുക. അതുമില്ല, അയാൾ എന്തെങ്കിലും പൈസ പിന്നെ വഴിയോരത്തുള്ള കുറേ പിന്നെ സാധനങ്ങളൊക്കെ കാണാം. നല്ല ഗംഭീരമായിട്ടുള്ള തുമാരന ക്യാം
नवाज घर क्या है ഉദയഗിൽ ഓ ഓക്കെ ഓക്കെ ഇതൊരു സ്ട്രീറ്റ് മാർക്കറ്റാണ് അവിടെയുള്ള ചേട്ടനാണ് നവാസ് അല്ല പേര് നവാസ് ഓക്കെ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പച്ചക്കറി പൂവായിക്കോട്ടെ ബാഗ് മറ്റേ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വാച്ച് കാര്യം അങ്ങനെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ മാത്രമല്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് നല്ല എല്ലാ സാധനങ്ങൾക്കും നല്ല ക്യാഷ് കാര്യങ്ങൾ എനിക്ക് കുറവ് ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കറ്റ് മുഴുവൻ കവർ ചെയ്തു അതിനുശേഷം ഇനി നേരെ ഗുണ്ടൽപേട്ട് വഴി എവിടെയാണിത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി വയനാട് നാട്ടിലേക്കാണ് പരിപാടി ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച 2 മണി ആ ടൈമായിട്ടുണ്ടോ ഏകദേശം നേരത്തെ കണ്ട പോലെയല്ല റോഡിലൊക്കെ നിറയെ വാഹനങ്ങളാണ് ക്യാമറയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് യെസ് അപ്പോൾ ഇനി നമ്മളെ ലൊക്കേഷനിലേക്കുള്ളത് 50 കിലോമീറ്ററാണ് നമ്മളിപ്പം ബന്ദിപ്പൂർ വഴി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസനഗുഡി റൂട്ട് വഴി ഇവിടത്തേക്ക് മാനന്തവാടി വയനാട് നാട്ടിലേക്ക് ഈ രീതിയിലാണ് പരിപാടി പ്ലാൻ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം മഴക്കാലം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മാനന്തവാടിയിലേക്ക് ബന്ദിപ്പൂർ വഴിയല്ലാതെ കയറാനുള്ള ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലേക്ക് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ബൈക്കോ കാര്യങ്ങളോ ഒന്നും കടത്തി വിടില്ല കാരണം അത്രയും പറഞ്ഞല്ലോ അത്രയും മൃഗങ്ങളെ ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ വരുമ്പം തന്നെ ആനയും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ റോഡിലും കാര്യങ്ങളൊക്കെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ബൈക്ക് അലൗഡ് അല്ല അപ്പോൾ നമ്മൾ ബൈക്ക് അലൗഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും അതൊക്കെ കണ്ടിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ തവണ ഈ സമയത്ത് വന്നപ്പോൾ നല്ല സൂര്യകാന്തി പൂവും അത് ഇതൊക്കെ റോഡ് സൈഡിലൊക്കെ വിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കണ്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ മാക്കൂട്ടം ചുരം കയറി കഴിഞ്ഞ പാടും അടുത്തൊരു സ്പോട്ട് ഉണ്ടായിരുന്നു നല്ല സൂര്യകാന്തി പൂവും മല്ലിപ്പൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അത് ഇപ്രാവശ്യം ആ ഒരു സ്ഥലത്ത് പച്ചക്കറിയാണ് അവർ നടത്തിയില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും നഷ്ടമായിട്ടുണ്ടാവും പൂ നടത്തിയിട്ട് അതുകൊണ്ടായിരിക്കും അല്ലാതെ പക്ഷെ വരുന്ന വഴിക്ക് ഏടിയും കാണാൻ വേണ്ടി പറ്റില്ല അല്ലടാ ഏടിയും കാണാൻ പറ്റില്ല റോഡൊക്കെ നല്ല ഗംഭീര റോഡാക്കിയിട്ടുണ്ട് കേട്ടോ അതിലൊരു വിട്ടുവീഴ്ചയില്ല റോഡൊക്കെ നല്ല ഗംഭീര റോഡാക്കിയിട്ടുണ്ട് നല്ല ഇതുവരെ വന്നതിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് റോഡിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല നല്ല റൂട്ടാണ് കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ നല്ല മഴക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്നവഴിക്കൽ ഇങ്ങനെ സത്യത്തിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതുവരെ മൊത്തത്തിൽ യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നതാണെങ്കിൽ നിയമം മര്യാദയ്ക്ക് പാലിക്കുന്ന ഒരു സ്ഥലം പോലുമില്ല കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ തന്നെ ഒന്നെങ്കിൽ 2 നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചില ആളുകളാണെങ്കിൽ ഈ ഹെൽമെറ്റ് ഉണ്ടാവില്ല 4-5 ആളുകൾ ഉണ്ടാവും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 6 മണിയോടുകൂടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കയറണം കാരണം 6 മണി ആ ടൈം ആകുമ്പോഴേക്കെ ഫോറസ്റ്റ് അടക്കും അതുകൊണ്ട് അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഏകദേശം ലൊക്കേഷൻ വെച്ച് കാണിക്കുമ്പോൾ ഒരു 50 കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം 1 മണിക്കൂർ സമയമാണ് കാണിക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സൂര്യകാന്തി പടം കിട്ടിയിട്ടില്ല നമുക്ക് നല്ലൊരു സ്പോട്ടിൽ കണ്ടായിരുന്ന ഇതിപ്പോൾ ഇനി പിന്നെ എല്ലാ റോഡ് സൈഡിലൊക്കെ ഇനി അങ്ങോട്ടേക്ക് സൂര്യകാന്തിയും കാര്യങ്ങളൊക്കെ പുതിയുള്ള കാണാൻ വേണ്ടി പറ്റും അതിലേറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് നോക്കി നമ്മളെന്ത് ചെയ്യും വണ്ടി അവിടെ നിർത്തും അവിടെ നിന്ന് ഫോട്ടോ എടുക്കും അപ്പോൾ അരവിന്ദ് എൻ്റെ കൂടെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അരവിന്ദാണ് ഞാൻ പറഞ്ഞല്ലോ അരവിന്ദ് എന്ന് പറയുന്നത് നമ്മുടെ യാത്രാനന്ദയുടെ ടൂർ ഗൈഡാണ് യാത്രാനന്ദ പറഞ്ഞ ഒരു നിരവധിയായ ഇൻ്റർനാഷണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ യാത്ര കൊണ്ടുപോകും അത് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതിന് ഡീറ്റെയിൽസ് കിട്ടും അവർ ചൈന ഇന്തോനേഷ്യ അങ്ങനെ മുഴുവൻ എവിടെ വേണമെങ്കിലും ടൂർ പാക്കേജും കാര്യങ്ങളും എടുത്ത് വളരെ സേഫായി ഗസ്റ്റിന് അനുസരിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോകുന്ന ഒരു ട്രാവൽ ഏജൻസി ടീമാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ ഇവരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ ഇതാക്കും ഇപ്പോൾ ഏകദേശം ഒരു അനുവിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരാളാണ് അതിലിപ്പം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 3 ചൈന യാത്രയും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാനും കൂടെ ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ പറയുകയും അപ്പോൾ പിന്നെ വരുന്ന ഘട്ടത്തിനകത്ത് നമുക്കൊരു ഇൻ്റർനാഷണൽ ടൂറിൻ്റെ വ്ളോഗിംഗ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും
അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ ഏകദേശം ഇതാ ഗുണ്ടൽപേട്ടിൻ്റെ ഒരു സൗന്ദര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. കാരണം റോഡ് സൈഡ് നിറയെ സൂര്യകാന്തി പൂക്കളാണ്. ആദ്യം ഇറങ്ങുമ്പോൾ മൈസൂർ തൊടുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാതാണ് മുന്നോട്ട് പോയത്. കാരണം എത്രമാത്രം സൂര്യകാന്തി പൂക്കൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. മെയിനായിട്ടുള്ള ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഇവിടെ വരെ വന്നിട്ട് ആ സാധനമില്ലെങ്കിൽ വളരെ നഷ്ടമായിരിക്കും. ഇപ്പം സെപ്റ്റംബർ ഈ ഒരു മാസമാണ്, ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെയാണ് സൂര്യകാന്തിയുടെ സീസൺ ഉണ്ടാവുക. അത് ഓണവും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഇവർ ഏകദേശം പുറത്തേക്കും കാര്യങ്ങളൊക്കെ കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 1-2 തവണ കുറച്ച് ആളുകൾ മീറ്റ് ചെയ്ത സമയത്തും അവർ അത് തന്നെയാണ് പറഞ്ഞത്, പുറത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. സ്ഥലം മാറുന്നതനുസരിച്ച് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മിക്കവാറും നമുക്കൊന്നൊരു മഴ മൂടായിരിക്കും. ഇനിയിപ്പം ബോട്ടും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ഇപ്പം 2 തവണയായി മഴ പറ്റിക്കുന്നത്. ഏകദേശം കുറച്ച് മുമ്പ് അവിടുന്ന് അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുന്നത് പോലെ ആക്കിയിട്ട് നമ്മളെ പറ്റിച്ചു. ബോട്ടെടുത്തിടലും മഴ തീർന്നു. പൊതുവെ അങ്ങനെയാണല്ലോ. ഓ ഇതാ സൂര്യകാന്തി പാടങ്ങളൊക്കെ കാണാൻ വേണ്ടി കുറേ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സത്യത്തിൽ ഈ രാത്രി കാലങ്ങളിൽ നമ്മുടെ കർണാടകയിലേക്ക് കയറുമ്പോൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വലിയ ലോറിക്കാരെ മാത്രമല്ല മുഴുവൻ ആളുകളും ഡിമ്മ് തരുന്നില്ല. നമ്മുടെ ലൈറ്റേ ഭയങ്കര പ്രശ്നം. കർണാടക സ്റ്റേറ്റ് കയറിയിട്ട് ഈ സമയം വരെ അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഓടിച്ചിട്ട് ഒരാളും വണ്ടിയുടെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയമം പാലിക്കുന്ന ഒരു അവസ്ഥയില്ല. എന്താണോ എന്തോ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കാര്യങ്ങളൊന്നും അത്ര പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2-3 സ്ഥലങ്ങളിൽ ചെക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നില്ല നിയമത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഒരാൾ പോലും ഒരു ഡിമ്മടിക്കുന്ന സ്ഥിതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഈ എത്ര നേരം എന്നറിയും, നമ്മുടെ ലോങ് സൈഡിൽ നിന്നുള്ള പോലും ഒരു 4-5 വണ്ടികൾ ഒന്നിച്ചിൽ ഡിമ്മടിച്ചാൽ ഈ ബൈക്കിലെല്ലാം യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ബൈക്കിലെന്നല്ല കാറിലായാലും ശരി. അതാണ് ഈ കർണാടക ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ളൊരു പ്രശ്നമാണത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല റോഡും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പം കഴിച്ച ഭക്ഷണമായാലും അജ് വരെ നല്ല കിടിലൻ ഭക്ഷണമായിരുന്നു, എല്ലാം ഓക്കെയാണ്. പക്ഷേങ്കിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല, റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. യെസ്, അപ്പോൾ ഗുണ്ടൽപേട്ടിൻ്റെ ബോർഡർ കടന്നിട്ടുണ്ട്. ഈ ഏതാനും സമയത്തിനുള്ളിൽ നമ്മൾ ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് പ്രവേശിക്കും. അവിടെ നിന്ന് നേരെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി നാട്ടിലേക്ക്. യെസ്, സത്യത്തിൽ പോകുന്ന റൂട്ടുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു മനോഹരം അറിയാം റോഡും കാര്യങ്ങളൊക്കെ. നോക്കത്തെ ദൂരത്ത് റോഡ്, പോകുന്ന റൂട്ടുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. മഴ വാരി തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമോ അവിടെ എത്തുമ്പോഴേക്കാം? മഴ പെയ്ത ക്യാമറ എടുത്ത് വെക്കേണ്ടി വരും. കിടക്കണം കുറച്ച് സൂര്യകാന്തി. ഇത് നമ്മൾ കഴിഞ്ഞാണോന്നതോ വരുന്നേ. ഇവിടുന്ന് മറ്റോ ആയിരുന്നു, കുറച്ചും കൂടി മുമ്പോട്ട് പോട്ടെ. ഇവിടുന്ന് മറ്റോ ആണ്. കുറേ ആളുകൾ ചാക്കിൽ പൂ തൂക്കി കൊടുക്കുന്നുണ്ട്. ചാക്കിൽ പൂ തൂക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങോട്ട് പോകും തോറും മഴ നല്ല ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചായക്കടലൊക്കെ നിർത്തി ഒരു ചായയെല്ലാം കുടിച്ച് പൂക്കളൊക്കെ കണ്ടിട്ട് പോകാമെന്ന പരിപാടി. കാരണം എന്നാൽ അടുത്ത സ്പോട്ടിലെടുത്ത് അവിടെ ഇപ്പോൾ ചായ ഇല്ല, പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണുള്ളത്. നമുക്ക് കുറച്ചും കൂടി നല്ലൊരു സ്പോട്ടിൽ നിർത്താം. പൂ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇതെല്ലാം പകുതിയേ ഉള്ളൂ, ആയി വരുന്നതുള്ളൂ. ഇവിടെ കയറി ചായ കുടിച്ചാലോ? അവിടേക്ക് ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം. കാരണം മഴ പെയ്താൽ എൻ്റെ അമ്മേ ക്യാമറ നനയുണ്ട്. നീന്ത് ഫുൾ സെറ്റപ്പായിട്ട് ഒരു ഷർട്ട് തന്നെ പ്രശ്നമില്ല, പാൻറ്റ് മാത്രമേ വിഷയമുള്ളെന്ന് പറഞ്ഞു. പാൻറ്റ് കഴിഞ്ഞാൽ ആറാന കുറച്ച് പണി. ഷർട്ട് ഓക്കെയാന്ന് പറഞ്ഞുകൊണ്ടാവും ആ രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇതേ കിടക്കണം കുറേ. ആ കാണുന്ന മുഴുവൻ പിന്നെ സൂര്യകാന്തി പാടങ്ങളാണ്. ചേട്ടൻ ക്യാമറയൊക്കെ കണ്ടിട്ട് നോക്കുന്നുണ്ട്, അടി കിട്ടുമോ എന്തോ. ചായ കുടിക്കാൻ നിർത്തിയിട്ടുള്ള സ്ഥലം കൊള്ളാം കേട്ടോ, നല്ല ഗംഭീര സ്ഥലം. ഇവരെന്തോ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ തന്നെ കണ്ടോ, വീട്ടിൽ സെറ്റായി വരുന്നതേ ഉള്ളൂ. നല്ല ഗംഭീര സ്ഥലം. എന്താ കാണുന്ന മല. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അതുവഴി ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഓർക്കുന്നുണ്ട്. കാരണം ഇതേ റൂട്ട് തന്നെയായിരുന്നു. ആ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ആ കാണുന്ന തോട്ടം കാര്യങ്ങളൊക്കെ ദൂരെ കാണുന്ന സൂര്യകാന്തി തോട്ടമാണ്.
അതൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഗ്രാമത്തിലേക്ക് പോകുന്നൊരു വഴിയാണ്. അത് ഏകദേശം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറം പോയാൽ അവിടുന്ന് അവിടത്തേക്ക് പോകാനൊരു വഴിയുണ്ട്. നമ്മളന്ന് യാദൃശ്യമായിട്ട് വഴി തെറ്റിയിട്ട് പോയത് അങ്ങോട്ടേക്ക്. നല്ല ഗംഭീര സ്ഥലം അത്. ഇപ്പം നമുക്ക് അവിടെ കവർ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ മൈസൂരിൽ നിന്ന് വിടുന്ന സമയത്ത് നല്ലപോലെ ലേറ്റായി. ഒരു 2 മണി ആ ടൈമാകുമ്പോഴാണ് വിട്ടത്. ഇപ്പം ബന്ദിപ്പൂര് ഫോറസ്റ്റ് കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മണിക്ക് മുമ്പായിട്ടെങ്കിലും അവിടെ ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നടത്തും. നമുക്കത് വേറൊരു ദിവസം നല്ലൊരു റൈഡ് പോകാം അവിടത്തേക്കായിട്ട് തന്നെ. അവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗംഭീര സ്ഥലമാണ്. അത് ഇപ്പം ഈ റോഡ് സൈഡിൽ തന്നെയുള്ള നല്ലൊരു മനോഹരമായിട്ടൊരു സ്പോട്ട്. ഈ റോഡ് സൈഡിലുള്ള മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പം ഈ ഗുണ്ടൽപേട്ട് ഇങ്ങോട്ടൊക്കെ അടുക്കും തോറും കുറേ കർഷകരാണ് ഇവിടെ ഉള്ളത്. ഈ പിന്നെ സൂര്യകാന്തി പൂവിന് പുറമെ പച്ചക്കറി കാര്യങ്ങൾ അത് ഇത്. അതുമാത്രമല്ല ഈ ട്രാക്ടർ ഉപയോഗിക്കുന്ന രീതിയൊന്നും ഇങ്ങോട്ടേക്ക് അധികം കണ്ടിട്ടില്ല. ഇതുപോലെ കാളയും കാര്യങ്ങളും അങ്ങനെ എല്ലാം മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ നെല്ലും കഴിക്കും കുഴന്നത്. ഇപ്പോൾ ഒന്ന് ഈ കാണുന്ന സൂര്യകാന്തി പടത്തിൽ കയറാം. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഒന്നും ഇല്ലെങ്കിൽ ആകെ പെട്ടുപോലെ. എന്നത് നഷ്ടമായിട്ടില്ല. നമ്മളിപ്പം ഇത്ര സമയം സഞ്ചരിച്ചതിന് മാത്രമുണ്ട്. നേരത്തെ ഓരോ സൂര്യകാന്തി പൂവും കാര്യങ്ങളും പറയുമ്പം അടുത്തടുക്ക് നിർത്താന്ന് പറഞ്ഞു. അപ്പോൾ ആ നിർത്താന്ന് പറയുമ്പോൾ അടുത്ത പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാവുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. പക്ഷേ അവിടെ നിന്ന് നിർത്താതെ ഇവിടെ വന്ന് നിർത്തിയത് വളരെ ലാഭമായി. ദേ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് സൂര്യകാന്തി പൂക്കൾ. വൈകുന്നേരം ഏകദേശം ഒരു 5 മണി ആ സമയമായി. അപ്പം ഇതാണ് നമ്മളെ ഗാർഡൻ ഇവിടെ നിൽക്കുന്നത്. ഗൂഗിൾ പേ ഉണ്ടോ? അതാമ്മ കയ്യിലൊന്നുമേ ഇല്ല, ഓൺലി ഗൂഗിൾ പേ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഉറപ്പാലും തരും. ബോറ് പൈസ വെച്ചിട്ട് കൊടുക്കാൻ കഴിയില്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ്റെ അടുക്കുകയാണെങ്കിൽ പിന്നെ ഗൂഗിൾ പേ ഇല്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെന്നേലും ചെറിയൊരു പൈസ സംഘടിപ്പിച്ചിട്ട് ഗൂഗിൾ പേയിൽ ക്യാഷ് എടുത്ത് നമുക്ക് കൊണ്ടു കൊടുക്കാം അല്ലേ? യെസ്. അപ്പോൾ കർണാടക വരെ വന്നിട്ട് ഒരു ഗ്രാമത്തിൽ പോകാതെ എങ്ങനെയാ തിരിച്ച് നാട്ടിലേക്ക് പോകുക എന്ന് അനുവദിച്ച് വയ്ക്കുന്നു. എന്നായിക്കോട്ടെ, ഒരു ഗ്രാമത്തിൽ കയറിയിട്ട് പോകാം. നമ്മുടെ പരമായ സംശയം, നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് ഇതേ റൂട്ട് വന്നേരം, പക്ഷേ സ്ഥലം ഓർമ്മയില്ല, ഒരു ഗ്രാമത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ കടപ്പും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ അതുവഴിയാണ് വന്നതെന്ന്. അതുവഴി വിട്. അപ്പോൾ അതുവഴി തന്നെ വിട്. അവിടെ ഒരു ആൽമരം കാര്യങ്ങളുണ്ട്. അതെയാ? ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രാമത്തിലേക്ക് അതിൻ്റെ കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ഈ ഗ്രാമങ്ങളിലൂടെ വണ്ടി എടുത്ത് പോകുന്നതൊരു ഭയങ്കര രസമുള്ള കാര്യം കേട്ടോ. നമ്മളിപ്പോൾ എവിടെ ആയാലും കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇങ്ങനത്തെയൊരു ഭംഗി വെച്ചാൽ നമ്മുടെ നാട്ടിലൊന്നും എന്തായാലും കാണാൻ വേണ്ടി പറ്റില്ല. ഭയങ്കര രസമാണ് ഇതിൻ്റെ സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അത് ഈ കഴിഞ്ഞ ഇതുപോലെ തന്നെ ഒരു തമിഴ്നാട്ടിലൊരു ടൂർ പോയ സമയത്തായിരുന്നു. അവിടെയുള്ള കുറച്ച് നമ്മുടെ ഒരു ഏജിൻ്റെ ആളുമായി പരിചയപ്പെടുകയും അവരെ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി. സുന്ദരവാണ്ടിപുരം എന്ന് പറയും. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ അപ്പുറമുള്ള സുന്ദരവാണ്ടിപുരം. നല്ല സൂര്യകാന്തി നമ്മുടെ അന്യൻ സിനിമ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ചാൾ ഇവിടുത്തെ ഒരു വീടുകളുടെ പ്രത്യേകത ഉണ്ടോ, എന്തൊരു രസമെന്നറിയാം. എല്ലാം ചെറിയ വീടുകൾ അടുത്തടുത്ത്, ട്രാക്ടർ, പശു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എല്ലാം അടുത്തടുത്ത് വീട്. വൈകുന്നേരം ആകുമ്പോഴേക്ക് എല്ലാവരും വൈകുന്നേരം ഒരു വീടൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. അതേ കണ്ടൊരപ്പം മിക്കവാറും ഇവിടുന്ന് അടി വാങ്ങേണ്ട സാധ്യത ഉണ്ട്. ക്യാമറയിൽ എടുത്തു പോകും. പക്ഷേ എല്ലാം ഏകദേശം കുറച്ചും കൂടെ അപ്ഡേറ്റായി. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചൂടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒരു സൈഡിലൂടെ രാവിലെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ടുള്ളൊരു പശുവിനൊക്കെ കൊണ്ടുവരുന്ന ചേട്ടൻ. നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടും കേട്ടോ ഇവിടെ നിന്നൊക്കെ. ഇതിപ്പം കുറച്ച് ദൂരം പോയിട്ട് തിരിക്കാന്ന് പറയുമ്പോൾ
ഓരോ ദൂരത്തേക്ക് പോകുന്നതോറും നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇനി ഇതെങ്ങനെ തിരിക്കാൻ തോന്നണ്ടേ? കുറച്ചുകൂടി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഉള്ളിലേക്ക് കയറിയിട്ട് ഒരു 2 കിലോമീറ്റർ ഇപ്പറായി. എന്തായാലും പോയി നോക്കാം. വയനാട് റോഡ് സ്ട്രേറ്റ് എത്ര കിലോമീറ്റർ? കാലിക്കറ്റ് റോഡ് 4 കിലോമീറ്റർ. മുത്തങ്ങ ಹೋಯ್ತಾ ಅಯ್ಯೋ ರೋಡ ಅದೇ ರೋಡ್ ಗೋಪಾಲ್ಪೇಟೆ ಸ್ವಾಮಿ ಟೆಂಪಲ್. പിന്നെ ഈടിൽ ഒരു ദിവസം ഒരു രാത്രിയെല്ലാം പിന്നെ താമസിച്ചല്ലോ അല്ലേ? അങ്ങനെ ഒരു സെറ്റപ്പ് ഇതാകണം, ഗംഭീരമാകും. തൂക്കി പിടിച്ചു നോക്കണം, തൂക്കി പിടിച്ചു പോകാൻ നോക്കിയാണ്. അവിടെ ആയി വരട്ടെ. ഓക്കെ, നോക്കത്ത ദൂരത്ത് കനവിൻ്റെ കരളുണ്ട്, നോമത്താകം പോലെ. നല്ല മഴക്കുള്ള സാധ്യത ഉണ്ടല്ലോ. ഇനി എന്താ മഴ പെയ്താൽ കോട്ടെടുത്തുള്ളൂ. പറഞ്ഞു തീർന്നില്ല, അപ്പം മഴ മാറിയിട്ടുണ്ട്. നല്ല പണിയൊക്കെ കേട്ട് പോകുന്നുണ്ടോ? ഇതൊക്കെയാണ് സ്ഥലം. ഈ പോകുന്ന വഴിക്കെങ്കിലും ചായക്കട ഉണ്ട് നിർത്തണം കേട്ടാ. ഒരു ചായ ഷോപ്പ് ഇട്ടാലോ? ഓക്കെ, ഇവിടെ നയിക്കാം, ഇവിടെ നയിക്കല്ലേ. ഓക്കെ, എന്നാ ചായ എടുക്കാം. ചായ ഇല്ല? ഓ, 1 കിലോമീറ്റർ. എടാ 1 കിലോമീറ്റർ അപ്പുറം ഇല്ലേ ചായ? ഇവിടെ ചായ ഇല്ല. എന്നാ അങ്ങോട്ട് അപ്പുറം കൂടിയോ? അപ്പോൾ അവിടെ ചായ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. സ്കൂളല്ലേ? നല്ല സ്ഥലം. സ്കൂളല്ലടാ. അതെ, പ്രൈമറി സ്കൂളും ഇതെന്നാ ഹെൽത്ത് സെൻ്ററാവും. ഭയങ്കര രസമല്ലേ? രാത്രിയിൽ ഇവിടെ ഒരു സ്റ്റേ ചെയ്ത് പുറത്ത് കിടക്കണം. മറ്റേ ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ മറ്റേ ഓൻ കിടക്കുന്നില്ലേ? ഏത്? അതേപോലെ കുറേ കർഷകർ. ആ പശുവിൻ്റെ വരുത്ത് കണ്ടിട്ട് ഒരു ശരിയില്ലല്ലോ. ഇത്ര സമയം ഒരു ചെണ്ടുവലി കാണാൻ അതിന് പ്രശ്നം. ഓറഞ്ച് ചെണ്ടുവലി. നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു ഓട്ടോ പോകുന്നുണ്ട്. നിർത്തിന് ഈ ഫോറസ്റ്റ് ഏരിയ കയറി കഴിഞ്ഞാൽ വണ്ടി എവിടെ നിർത്താൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാല് അപ്പോൾ അതുകൊണ്ട് കൂട്ടിടണം വണ്ടിക്ക്. പിന്നെ ഒരു സ്റ്റോപ്പ് ചെയ്യൽ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഓക്കെ, കൂട്ടിടാം. ഇനിയിപ്പോൾ കൂട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്കും കൂട്ടിടാം. യെസ്, അപ്പോൾ മഴ പെയ്യും, 100% ഉറപ്പാലും പെയ്യും. കാരണം മഴ ഇവിടെ ഇപ്പം നല്ലോണം ചാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൽ എവിടെയും നിർത്താൻ വേണ്ടി പറ്റില്ല എന്നതുകൊണ്ട് അതൊരു 100 രൂപയുടെ കോട്ട് വാങ്ങിനേനു. കണ്ട, ഇപ്പോൾ കോട്ട് ഇടാൻ വേണ്ടിയിട്ട് സൈഡിൽ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഈ റൂട്ട് നേരെ വയനാട് വഴി പോയി കാടിനുള്ളിലൂടെയുള്ളൊരു യാത്രയാണ്. ഈ യാത്രയാണ് പിന്നെ വ്ളോഗിൻ്റെ പ്രധാന ഹൈലൈറ്റും. നമുക്കിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ആനേനെയൊക്കെ കണ്ട്, പക്ഷേ ഒറ്റൊന്നിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ട് ഫോട്ടോ കാര്യങ്ങളൊന്നും പിന്നെ ഒരു മെന കിട്ടിയില്ല. അപ്പം നല്ല രീതിയിൽ കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. ബന്ദിപ്പൂർ ഫോറസ്റ്റ് നേരെ മാനന്തവാടി നേരെ ചുരം ഇറങ്ങി കൊട്ടിയൂര് നേരെ നാട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ കാണാം. അതിനൊന്നും പറ്റില്ല. അതിനെന്ത് പ്രശ്നം കിട്ടും? എല്ലാം ഒറ്റക്കൊറ്റക്ക് ഇറങ്ങി ഇതിനെല്ലാത്തിനും പ്രശ്നമുണ്ട് കേട്ടോ. അതാ കരടി ഗൈസ് പോണത്. കരടി കണ്ടു, അതിനെ കാണുമ്പോൾ തിരിച്ചു വന്നെയോ?
അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു നല്ല കിടിലൻ മഴയാത്ര തന്നെ, നല്ല മഴ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ യദുകൃഷ്ണൻ പി. എല്ലാവർക്കും താങ്ക് യു.